മെഡിക്കൽ ടേംസ് മെയ്ഡ് ഈസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്തത്. പാർട്ട് 1 എല്ലാവരും കണ്ട് കാണുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പാർട്ട് 2-ൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എങ്ങനെ നമ്മൾ ഈ കണ്ടീഷനെ ഡയഗ്നോസിസ് ചെയ്യും, നമ്മളിതിനെ എങ്ങനെ കണ്ടുപിടിക്കും, ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന്. ഓക്കെ, പിന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ്, നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒന്നില്ലെങ്കിൽ ഇതൊരു സ്റ്റേബിൾ അഞ്ചൈന ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. പേഷ്യൻ്റ് തന്നെ വന്ന് പറയും, എനിക്ക് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നെഞ്ചുവേദന വരുന്നുണ്ട് എന്ന് പറയുന്നു. നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ അത് ടിപ്പിക്കലി നെഞ്ചിൽ തന്നെ ആകണം എന്നില്ല, അതിന് പല പല എന്താ പറയുക, ഒരു അറ്റിപ്പിക്കലായിട്ടുള്ള പല രീതിയിലും അത് പ്രസൻറ്റ് ചെയ്യാം. ബട്ട് നമ്മളതിനെ ചെസ്റ്റ് പെയിൻ, അഞ്ചൈന പെക്ടോറിസ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ സ്റ്റേബിൾ അഞ്ചൈന ആകുമ്പോൾ അതിങ്ങനെയാണ്, എക്സേർട്ട് ചെയ്യുമ്പോൾ അതുണ്ടാകുകയും ചെയ്യും, റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ പ്രസൻറ്റേഷൻസ് ആയിട്ട് പേഷ്യൻ്റ് വരാം. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതെയും വരാം. ചിലപ്പോൾ നമ്മൾ ബൈ ആക്സിഡൻറ്റ് നമ്മളത് കണ്ടുപിടിക്കുന്നതാവാം. ഒരു പേഷ്യൻ്റ് സപ്പോസ് നമ്മളൊരു ECG എടുത്തപ്പോഴോ അങ്ങനെ എന്തെങ്കിലും മറ്റൊരു ഇഷ്യൂമായിട്ട് വന്ന് നമ്മളത് കണ്ടുപിടിക്കുന്നതാവാം. ഇതുമല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രധാനമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ പറഞ്ഞല്ലോ, അൺസ്റ്റേബിൾ അഞ്ചൈന ആയിട്ട് വരുമ്പോഴാണ്. അൺസ്റ്റേബിൾ അഞ്ചൈന മീനിങ് ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷനിലേക്ക് പോകാനുള്ള ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അൺസ്റ്റേബിൾ എന്ന് പറയുന്നത്, അല്ലേ? അതായത് ഒരു ത്രോംബോട്ടിക് ബ്ലോക്കേജ് വന്നു, ഏതെങ്കിലും ഒരു കൊറോണറി ആർട്ടറി പൂർണ്ണമായിട്ടും ത്രോംബസ് ഉണ്ടായിട്ട്, അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്ത്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്ലേറ്റ്ലെറ്റുകൾ അഗ്രിഗേറ്റ് ചെയ്ത് പിന്നീട് അവിടുന്ന് അതൊരു കോയാഗുലേഷൻ പ്രോസസ്സിലേക്ക് പോയി ഒരു ക്ലോട്ട് ഉണ്ടായി. ക്ലോട്ട് ആർട്ടറിയെ പൂർണ്ണമായിട്ടും അടച്ചു കളയുന്നു. ഒരു കംപ്ലീറ്റ് ഇസ്കീമിയ ആ ഹാർട്ട് മസിലിന് ഉണ്ടാവുകയും അത് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അതൊരു ഡെത്ത് ഓഫ് ദറ്റ് ഹാർട്ട് മസിലായിട്ട് മാറുകയും ചെയ്യും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഓക്കെ, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലുമായിരിക്കാം ഒരു പേഷ്യൻ്റ് ഈ ഡയഗ്നോസിസിന്, അല്ലെ, നമ്മളിങ്ങനെ ഒരു ഡയഗ്നോസിസ്, കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സൊക്കെ നമ്മൾ ചെയ്യാനുണ്ടാവുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. സോ എന്തൊക്കെയാണ് നമ്മൾ അവിടെ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിൽ, ഓക്കെ, സ്റ്റേബിൾ അഞ്ചൈന, അൺസ്റ്റേബിൾ അഞ്ചൈന, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിന് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും പറയാം ECG വിൽ ബി ദ ഫസ്റ്റ് തിങ് ടു ഡു, അല്ലേ? ECG എന്തായാലും എടുക്കും. ഇതുപോലെ ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ പോലെ അതുമായിട്ട് സാമ്യമുള്ള എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡിസ്കംഫർട്ട് പേഷ്യൻ്റ് പറയുമ്പോൾ എല്ലാം നമ്മൾ എന്തായാലും ഒരിക്കലും മറന്നുകൂടാത്ത ഒരു കാര്യമാണ് ECG എടുക്കുക എന്നുള്ളത്. സോ ECGയിൽ രണ്ട് തരം ചേഞ്ചസ് ആണ് നമ്മൾ ECGയിൽ കാണുക. അതായത് ചേഞ്ചസ് കാണുക എന്ന് പറഞ്ഞാൽ സ്റ്റെമി എന്ന് പറയും. സ്റ്റെമി എന്ന് പറഞ്ഞാൽ ST എലിവേഷണൽ MI, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ST എലിവേഷണൽ MI എന്ന് പറഞ്ഞാൽ ST സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് നമ്മുടെ ECGയിൽ. എസ് വേവ്, അല്ലെ, QRSൽ എസ് വേവ് വന്ന് അവസാനിച്ച് T വേവ് തുടങ്ങുന്നത് വരെയുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ പാർട്ടിനെയാണ് നമ്മൾ ST സെഗ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, എസ് വേവ്, ക്യൂ വേവ് ഒരു ചെറിയ വേവ് ആണ്. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, P വേവ് എന്ന് പറയും ഇതിനെ. ദെൻ ദിസ് ഇസ് എ Q വേവ്, ആൻഡ് ദർ ഇസ് എ ടോൾ R വേവ്, പിന്നെ ഒരു S വേവും കൂടി ഉണ്ടാവും, ആൻഡ് ദെൻ കംസ് ദ T വേവ്. ഓക്കെ, സോ ദിസ് ഇസ് P വേവ്, ദിസ് ഇസ് Q, ദിസ് ഇസ് R, ഇത് S, ഇത് T. സോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാർട്ട്, അതായത് S വേവ് കഴിഞ്ഞ് T വേവ് തുടങ്ങുന്നത് വരെയുള്ള ഈ ഒരു പോർഷനെയാണ് നമ്മൾ ST സെഗ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ST സെഗ്മെൻറ്റ് നോർമൽ ECGയിൽ നോർമൽ ലീഡുകളിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ST സെഗ്മെൻറ്റ് കുറച്ച് എലിവേറ്റഡ് ആയിട്ട്, അതായത് T വേവിൻ്റെ അങ്ങേ ആ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ എലിവേറ്റഡ് ആവും, പൊങ്ങി നിൽക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡിപ്രഷൻ വരുന്ന ചേഞ്ചസും ഡിപ്രഷനായിട്ട് വരുന്നതും ഉണ്ടാവും. ചിലപ്പോൾ ആ ST സെഗ്മെൻറ്റ് താഴോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഞാൻ ഈ പറഞ്ഞ ST എലിവേഷൻ എന്ന് പറയുന്നത്, ST സെഗ്മെൻറ്റിൻ്റെ എലിവേഷൻ. അപ്പോൾ അത് നമ്മളൊരു ECG എടുക്കുമ്പോൾ എല്ലാ ഇൻഫാക്ഷൻസിലും നമുക്ക് ഈ ST എലിവേഷൻ ഉണ്ടാവണം എന്നില്ല. ചിലപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ആവാൻ ECGയിൽ ആ ഒരു ചേഞ്ച്
ഉണ്ടാവണമെങ്കിൽ അത്ര സിവിയർ ആയിട്ടുള്ള ഒരു ഇൻഫാക്ഷൻ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ ആണ് പ്രധാനമായിട്ടും നമ്മൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്കിത് ST എലിവേഷൻ ആയിട്ട് നമുക്ക് കാണാനും നമുക്കിത് MI ആണെന്ന് ഉറപ്പിക്കാനും പറ്റും. ചില പേഷ്യൻസിൽ നമ്മൾ ഈ NSTEMI എന്ന് പറഞ്ഞൊരു വേരിയേഷൻ കാണും. ഇത് നോൺ ST എലിവേഷണൽ MI എന്ന് പറയും. അതായത് അവിടെ തൽക്കാലം ഇപ്പോൾ നമ്മൾ ECG എടുക്കുമ്പോൾ അതിനകത്ത് ST എലിവേഷൻ പോലെയുള്ള ചേഞ്ചുകളൊന്നും കാണുന്നില്ല. ECG അതിനർത്ഥം അത് ഒന്നില്ലെങ്കിൽ അതൊരു മൈൽഡ് ടൈപ്പ് ഓഫ് കണ്ടീഷൻ ആയിരിക്കും, ഇസ്കീമിയ ആയിട്ട് ഇരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ എസ്റ്റാബ്ലിഷ് ആവാൻ കുറേ കൂടെ ടൈം എടുക്കുന്നത് കൊണ്ടൊക്കെ ആവാം. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ NSTEMI എന്ന് പറയും. ആ ഒരു മയോകാർഡിയത്തിൽ അത്ര കടുത്തതായിട്ടുള്ള ഒരു ഇൻഫാക്ഷൻ്റെ ചേഞ്ചസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ NSTEMI എന്ന് പറയുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ECG റീഡിങ് വരുന്നത്. ST എലിവേഷൻ ഉണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത്തരം MI നമ്മൾ എന്ത് പറയും? ST എലിവേഷണൽ MI എന്ന് പറയും. അങ്ങനെ ഇല്ലാത്ത ECG ഒരു റീഡിങ്ങിനെയാണ്, അങ്ങനത്തെ ഒരു MI ആണ് നമ്മൾ എന്ത് പറയാൻ NSTEMI എന്ന് പറയും, അല്ലെങ്കിൽ നോൺ ST എലിവേഷണൽ MI എന്ന് പറയും. നോൺ ST എലിവേഷണൽ MI. അപ്പോൾ അങ്ങനെ ECGയെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റില്ല. ECG മേ നോട്ട് ഷോ എനി ചേഞ്ച്, ഇപ്പോൾ NSTEMI ഒക്കെ ആണെങ്കിൽ. പിന്നീട് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് സിറം എൻസൈം ഓർ സിറം പ്രോട്ടീൻ ടെസ്റ്റുകൾ എന്ന് പറയും. ഇതാണ് നമ്മൾ കൂടുതലും ECG എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് ഈ എൻസൈം ടെസ്റ്റ്. അതായത് നമ്മുടെ മയോകാർഡിയത്തിൽ, ഹാർട്ട് മസിലിൻ്റെ സെല്ലുകളിൽ ഉള്ള കുറച്ച് എൻസൈമുകളും കുറച്ച് പ്രോട്ടീനുകളും, മസിൽ എൻസൈംസ് ആൻഡ് മസിൽ പ്രോട്ടീൻസ് ഉണ്ട്. മസിൽ എൻസൈംസ് എന്ന് പറയുന്നത് CPK എന്നൊക്കെ പറയും, ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്, ഇങ്ങനെയുള്ള കുറച്ച് എൻസൈമുകൾ മസിൽസിലുള്ളതാണ് അവരുടെ മെറ്റബോളിസത്തിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ അതേപോലെ മസിൽ പ്രോട്ടീനുകളും ഉണ്ടാവും. മസിൽ പ്രോട്ടീനുകളാണ് ട്രോപ്പോണിൻ, മയോഗ്ലോബിൻ എന്നൊക്കെ പറയും. ഇവരൊക്കെ മയോകാർഡിയത്തിൽ ഉള്ളതാണ് നോർമലി. സോ ഒരു ഇൻഫാക്ഷൻ സംഭവിക്കുമ്പോൾ, ഇൻഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഹാർട്ട് മസിൽസ് ഡെഡായി പോകുന്നതാണ്. സോ അങ്ങനെ ഒരു ഡയിങ് ഹാർട്ട് മസിൽ, ഒരു ഇൻഫാക്ഷൻ നടക്കുമ്പോൾ ഒരു ഡയിങ് ഹാർട്ട് മസിലിൽ നിന്ന് അതിൽ ആ മസിലിൻ്റെ ഉള്ളിലുള്ള ഈ എൻസൈംസും പ്രോട്ടീനുകളൊക്കെ ധാരാളമായിട്ട് ബ്ലഡിലേക്ക് വരും. കാരണം അത് മസിൽ ഡാമേജ് ആയല്ലോ, മസിൽ സെൽ ഹാസ് ബീൻ ഡാമേജ്ഡ്. സോ ഡാമേജ് ആയി കഴിയുമ്പം അതിനകത്ത് അതിൻ്റെ കണ്ടൻസ് ആയിട്ടുള്ള ഈ എൻസൈമുകളും പ്രോട്ടീനുകളും ബ്ലഡിലേക്ക് ധാരാളമായിട്ട് വരും. സോ ബ്ലഡിൽ ഞാൻ ഈ പറഞ്ഞ എൻസൈമുകളുടെയും പ്രോട്ടീനുകളുടെയും ഒക്കെ ലെവൽ വളരെ അധികമാവും. സാധാരണ ഒരാളിൽ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഇത്ര എൻസൈമുകളൊക്കെ ബ്ലഡിൽ വരുള്ളൂ, അല്ലെങ്കിൽ പ്രോട്ടീനുകൾ. സോ ഒരു MI ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ അത്തരം ആളുകൾക്ക് ആ ബ്ലഡിൽ ആ ഒരു ഇമ്മീഡിയറ്റ് ഒരു കഴിഞ്ഞ ഒരു 48 hours എപ്പോഴെങ്കിലും ഒരു MI ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ബ്ലഡിൽ ഈ എൻസൈമുകളോ അല്ലെങ്കിൽ പ്രോട്ടീനുകളോ ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ ആ ഒരു ഹൈ ലെവൽ ഓഫ് ദീസ് എൻസൈംസ് ആൻഡ് ഓർ പ്രോട്ടീൻസ് ഇൻ ബ്ലഡ് ക്യാൻ ബി ടേക്കൺ ആസ് എ സൈൻ ഓഫ് ഇൻഫാക്ഷൻ, ഇൻഫാക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്കിതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് എന്തായാലും ചെയ്യുന്നത്. ECG എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പേഷ്യൻ്റെ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ട്രോപ്പോണിനാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ട്രോപ്പോണിൻ, സിറം ട്രോപ്പോണിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്, മസിൽ പ്രോട്ടീനാണ്. ട്രോപ്പോണിൻ ലെവൽ ഹൈ ആണെങ്കിൽ ദാറ്റ് മീൻസ് ആ പേഷ്യൻ്റ് ഒരു ഇൻഫാക്ഷൻ കഴിഞ്ഞ ഒരു 48 hours എപ്പോഴെങ്കിലും ഒരു ഇൻഫാക്ഷൻ ഹാർട്ടിൽ ഉണ്ടായി കാണും. അപ്പോഴാണ് നമ്മൾ ട്രോപ്പോണിൻ ലെവൽ ഹൈ ആയിട്ട് കാണുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. സിറം എൻസൈം ടെസ്റ്റുകളായിട്ട് ചെയ്യാം, അല്ല പ്രോട്ടീൻ. എൻസൈമുകളാണ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസും ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനേസും. പ്രോട്ടീനിൽ പ്രധാനം ട്രോപ്പോണിനാണ്. മയോഗ്ലോബിനും ഉണ്ട്, ബട്ട് ട്രോപ്പോണിനാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടെണ്ണം എൻസൈം ടെസ്റ്റുകളും ECG. ആൻഡ് ഫൈനലി ഇതൊരു പ്യുവർലി ഒരു നോർമലി സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ല, ഒരു ലാബ് ടെസ്റ്റോ അങ്ങനെയൊന്നുമല്ല. ഇതൊരു ശരിക്കും ഒരു കത്തീഡ്രൈസേഷൻ പ്രൊസീജിയറാണ്. ഇതിൻ്റെ പേര് കണ്ടോ, പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ ഓർ PCA എന്ന് പറയും. നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഇങ്ങനെ ഒരു മയക്കാടിൽ ഇൻഫാക്ഷൻ പോലത്തെ ഒരു സിനേറിയോ ഒരു പേഷ്യൻറ്റിന് ഉണ്ടായാൽ എന്തായാലും ഡോക്ടർ പറയും നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം. അത്യാവശ്യം പേഷ്യൻ്റ് ഒരു സ്റ്റേബിൾ ആയിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് പറയും. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് എന്താണ് ആൻജിയോഗ്രാം, കൊറോണറി ആൻജിയോഗ്രാഫിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്?
പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ. നമ്മളൊരു സ്കിന്നിൽ വഴി, പെർക്യൂട്ടേനിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ത്രൂ ദ സ്കിൻ. ഓക്കെ, ത്രൂ, പെർ മീൻസ് ത്രൂ ആൻഡ് ക്യൂട്ടേനിയസ് മീൻസ് സ്കിന്നിനെ സംബന്ധിക്കുന്നത്. സോ സ്കിന്നിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കെത്തീറ്റർ എന്ന് പറയുന്ന ഒരു ഹോളോ ട്യൂബാണ് കെത്തീറ്റർ. ഓക്കെ, ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഹോളോ ട്യൂബ് നമ്മളൊരു ആർട്ടറിയിൽ കൂടി, ഒരു യൂഷ്വലി ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ റേഡിയൽ ആർട്ടറി എന്ന് പറയും, നമ്മുടെ ഈ ഫോറാമിലുള്ള ഒരു ആർട്ടറിയാണ്. അതേപോലെ ചിലപ്പോൾ നമ്മുടെ തൈയുടെ അവിടെയുള്ള ഫീമറൽ ആർട്ടറി വഴിയോ, ഈ 2 ആർട്ടറികളാണ് സാധാരണ. ഇപ്പോൾ കൂടുതലും റേഡിയൽ ആർട്ടറിയിൽ കൂടിയാണ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യുന്നു? ഡോക്ടർ നിങ്ങൾ കേട്ടിട്ടില്ല, ഇൻ്റർവെൻഷണൽ കാർഡിയോളജി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവർ എന്താ ചെയ്യുക? ഈ കത്തീറ്റർ, ഈ പേഷ്യൻറ്റിനെ കത്തീറ്ററൈസേഷൻ സ്വീറ്റിലേക്ക്, ആ ഒരു റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഈ പേഷ്യൻറ്റിന് ഈ പറഞ്ഞ പോലെ ഫീമറൽ ആർട്ടറിയിൽ കൂടിയോ റേഡിയൽ ആർട്ടറിയിൽ കൂടിയോ ഒരു കത്തീറ്റർ കടത്തി അതിനെ ഫീമറൽ ആർട്ടറിയിലും റേഡിയൽ ആർട്ടറിയിലും ഫൈനലി എത്തുന്നത് അയോട്ടയിലായിരിക്കും. അയോട്ടയുടെ മെയിൻ ബ്രാഞ്ചസ് അല്ലെ സബ് ബ്രാഞ്ചസ് ആണ് ഇവരൊക്കെ. സോ ഫൈനലി ദിസ് കത്തീറ്റർ ക്യാൻ ബി ഗൈഡഡ് ടു ദ അയോട്ട. കാരണം ഇതിനൊക്കെ ഗൈഡൻസും ഉണ്ടാവും, നമുക്കൊരു ഇമേജിങ് ഗൈഡൻസും ഉണ്ടാവും. നമ്മൾ ഈ കത്തീറ്റർ വെറുതെ അങ്ങ് റാൻഡമായിട്ട് കയറ്റുകയല്ല, അതിനുള്ള ഗൈഡൻസ് ഒക്കെ ഉണ്ടാവും, നമുക്ക് ഒരു ഇമേജിങ് ഗൈഡൻസ്. ഓക്കെ, ഇപ്പോൾ ഫ്ലൂറോസ്കോപ്പി ഒക്കെ പോലുള്ള ഒരു ടൈപ്പ് ഓഫ് എക്സ്റേ ആണത്. ഓക്കെ, അങ്ങനെ നമുക്കത് കാണാൻ പറ്റും ഡോക്ടർക്ക് ഇത് പോകുന്നത് എങ്ങനെ കറക്റ്റ് ആയിട്ടാണോ. സോ ഫൈനലി ദ കത്തീറ്റർ വിൽ ബി റീച്ചിങ് ദ അയോട്ട. നമുക്കറിയാലോ, അയോട്ടയിൽ നിന്നാണ് കൊറോണറി ആർട്ടറികൾ രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ആദ്യത്തെ വീഡിയോയിൽ. സോ അയോട്ടയുടെ ഫസ്റ്റ് ബ്രാഞ്ചസ് ആണ് ഇവർ. സോ നമ്മൾ ഈ കത്തീറ്ററിൻ്റെ ടിപ്പ് അയോട്ടയിൽ വെച്ചിട്ട് ഈ 2 കൊറോണറി ആർട്ടറീസിലേക്കും ഒരു ഡൈ, അല്ലേ, നമുക്ക് വെറുതെ ഒരു എക്സ്റേ എടുത്താലൊന്നും കൊറോണറി ആർട്ടറികളെ കാണാൻ പറ്റില്ല. സോ കൊറോണറി ആർട്ടറികളിലേക്ക് നമ്മളൊരു റേഡിയോ ഒപ്പേക്ക് ഡൈ ഇഞ്ചെക്ട് ചെയ്യണം, ഒരു കളർ കൊടുക്കുന്ന, അതിനെ ഒരു കോൺട്രാസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ആർട്ടറികളെ നമുക്ക് ഹാർട്ടിൻ്റെ സർഫസിൽ നിന്ന് എടുത്ത് കാണാൻ ഉള്ള ഒരു ഡൈ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു ഈ 2 കൊറോണറി ആർട്ടറികളിലേക്കും. So the 2 main coronary arteries and their branches will be filled with the dye. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്റേ എടുക്കുന്നു. ഓക്കെ, എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് ആ കൊറോണറി ആർട്ടറികളെ അവരുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്രാഞ്ചിങ്ങും അവരുടെ ഒരു അനാറ്റമി നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെയാണ് ഡോക്ടർ ഏതെങ്കിലും കൊറോണറി ആർട്ടറികളിൽ തടസ്സമുണ്ടോ, നമ്മൾ ഈ ഡൈ കയറി പോകുമ്പോൾ കറക്റ്റായിട്ട് അതിനെ ഫുള്ളായിട്ടൊരു ആർട്ടറിയുടെ ഉള്ളിൽ ഫുള്ളായിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആർട്ടറിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെ, നമ്മളിപ്പോൾ പറയുന്ന പോലെ ഒരു ബ്ലോക്കുള്ള ഒരു ആർട്ടറി ആണെങ്കിൽ, അല്ലേ, ഇപ്പോൾ ലൈക്ക് സപ്പോസ് ദിസ് ഇസ് എ ബ്ലോക്ക്ഡ് ആർട്ടറി, ഇതിന് ഇത്രയും സ്പേസേ ഉള്ളൂ എങ്കിൽ, അല്ലേ, സോ ഡൈ പോകാനും ഇത്രയും സ്ഥലമേ ഉണ്ടാവുള്ളൂ. ഡൈയുടെ ആ ഒരു ഡൈ ഉള്ളത് ബ്ലഡിൽ തന്നെയാണ്. സോ ബ്ലഡ് ഒഴുകുന്നിടത്തൊക്കെ ഡൈ ഉണ്ടാവുള്ളൂ. സോ ഇത്രയും ഏരിയ ബ്ലോക്കായിട്ട്, അല്ലെ, ഈ ഒരു ഏരിയ വളരെ ഇടുങ്ങിയതായിട്ട് നമുക്ക് ആ പടത്തിൽ കാണാൻ പറ്റും. ആ പടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊറോണറി ആൻജിയോഗ്രാം എന്ന് വിളിക്കും. ആ പ്രൊസീജിയറിനെ വിളിക്കുന്നത് കൊറോണറി ആൻജിയോഗ്രാഫി എന്നാണ്. നമ്മൾ ഇതുപോലെ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് കൊറോണറി ആർട്ടറികളുടെ പടം എടുക്കുന്നതാണ് കൊറോണറി ആൻജിയോഗ്രാഫി. ആൻഡ് ദ പിക്ചർ ഒബ്റ്റെയിൻഡ് ഇസ് കോൾഡ് കൊറോണറി ആൻജിയോഗ്രാം. ഇതൊക്കെ ചെയ്യാനുള്ള ആ ഒരു കത്തീറ്ററൈസേഷൻ പ്രൊസീജിയറിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറിയുടെ ആ ഒരു കത്തീറ്ററൈസേഷൻ പ്രൊസീജിയറിനെയാണ് നമ്മൾ ഇത് PCI എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഓക്കെ, ആർട്ടറികളിൽ പ്ലേക്കുകളുണ്ടോ? പ്ലേക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഏതൊക്കെ ആർട്ടറിയിലാണ്, എത്ര ശതമാനം അത് ബ്ലോക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ, അല്ലേ, 70%, ചിലപ്പോൾ 30%, ചിലപ്പോൾ 50%. അപ്പോൾ ഓരോ ആർട്ടറിയിലും എത്ര ബ്ലോക്കുകൾ ഉണ്ടോ, ഇനി ഉണ്ടെങ്കിൽ അത് എത്ര പെർസെൻറ്റേജ് ആണ്. ഇതൊക്കെ നമുക്ക് എന്തായാലും ഒരു കൊറോണറി ആർട്ടറികളുടെ ഒരു അവസ്ഥയെപ്പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. So that is what we call the 3 diagnostic procedures. Okay. ഇനി നമുക്ക് ഇതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് വരാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ ഒരു ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റിലേക്ക് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി ലോങ് ടേം, അതായത് ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റ് ഇനീഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനുമായിട്ട് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളെല്ലാം ചെയ്യും. ഓക്കെ, അതിൻ്റെ കൂടെ അവർ മാനേജ് ചെയ്യാനായിട്ട്, അല്ലെ, ആ പേഷ്യൻറ്റിനെ എന്താ പറയുക, ഡിസീസ് നമ്മൾ എങ്ങനെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നതാണ്, ഓക്കെ, നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഉറപ്പായി ദ പേഷ്യൻ്റ് ഹാഡ് എൻ ഇസ്കീമിയ അല്ലെങ്കിൽ ഇൻഫാക്ഷൻ, ഹാർട്ടിൽ ഒരു പ്രശ്നമുണ്ട്, കൊറോണറി ആർട്ടറികൾക്ക് ബ്ലോക്കേജ് ഉണ്ട്, അതുകൊണ്ടാണ് പേഷ്യൻറ്റിന് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നതെന്ന് മനസ്സിലായാൽ
പിന്നീട് നമ്മൾ എത്രയും വേഗം ചെയ്യേണ്ട കാര്യങ്ങളാണ് ത്രോംബോലിറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. ത്രോംബോലിറ്റിക് ഡ്രഗ്, ത്രോംബോലൈസിസ് എന്നാണ് പറയുക. ലൈസിസ് എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നൊക്കെയാണ്. ത്രോംബസിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ത്രോംബസിനെ ഡിസോൾവ് ചെയ്ത് അലിയിച്ച് കളയുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കൊറോണറി ആർട്ടറിയിൽ ഒരു ത്രോംബസ് ഉണ്ടായിട്ടുണ്ടാവും, ആ ആർട്ടറി അടഞ്ഞു പോയിരിക്കുന്നു, ത്രോംബസ് കാരണം അത് അടഞ്ഞിരിക്കുന്നു. അതിനർത്ഥം എത്രയും വേഗം നമ്മൾ ആ ത്രോംബസിനെ അലിയിച്ച്, വെള്ളം പോലെ, അത് സോളിഡ് ആയിട്ടുള്ള ഒരു ക്ലോട്ട് ആണല്ലോ, ആ സോളിഡ് ക്ലോട്ടിനെ നമുക്ക് അലിയിച്ച് കളയാൻ പറ്റിയാൽ ആർട്ടറി പിന്നെയും തുറക്കും, ബ്ലഡിന് വീണ്ടും ഒഴുകാൻ പറ്റും. സോ അതാണ് ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ചിലപ്പോൾ ജീവൻ രക്ഷിക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണിത് ശരിക്കും, ഈ ത്രോംബോലിറ്റിക് തെറാപ്പി. ത്രോംബോലൈസിസിൻ്റെ പറ്റി പറയുന്നതാണ് ത്രോംബോലിറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, റിലേറ്റഡ് ടു, പെർട്ടൈനിങ് ടു ത്രോംബോലൈസിസ് ഇസ് കോൾഡ് ത്രോംബോലിറ്റിക്. ഓക്കെ, അപ്പോൾ അങ്ങനെ ത്രോംബോലൈസിസ് ചെയ്യാനുള്ള മരുന്നുകൾ എത്രയും വേഗം കൊടുക്കുക. ഓക്കെ, സ്ട്രെപ്റ്റോകൈനേസ് എന്നൊക്കെ പറയുന്ന മരുന്നുകളാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം മരുന്നുകൾ യൂഷ്വലി ഇൻട്രാവീനസ്ലി ആയിട്ടാണ്, നമ്മൾ ഓറലി ഒന്നും അല്ല കൊടുക്കുക, ഡയറക്റ്റ് ബ്ലഡിലേക്ക് ഇത് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു. ഈ മരുന്ന് ചെന്ന് ഇതുപോലെ ഏതെങ്കിലും ഒരു കൊറോണറി ആർട്ടറിയിൽ ഈ ത്രോംബസ് ഇരിക്കുന്നുണ്ട്, അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്ത് ബ്ലഡ് ഫ്ലോ എത്രയും വേഗം പഴയ പോലെ ആക്കും, നോർമലൈസ് ചെയ്യും. സോ എന്താ പറയുക, നമുക്ക് ആ ഒരു ബ്ലഡ് സപ്ലൈ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ്. അതുകൂടാതെ നൈട്രോഗ്ലിസറിൻ എന്ന് പറയുന്ന മരുന്ന്, അഞ്ചൈന, നമ്മുടെ നെഞ്ചുവേദനയുടെ കാര്യം പറഞ്ഞല്ലോ, അതിനുള്ള മരുന്നാണ് നൈട്രോഗ്ലിസറിൻ. ഇത് നാക്കിനടിയിൽ വെച്ചിട്ടും അങ്ങനെ അല്ലാതെയും ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, അഞ്ചൈന നെഞ്ചുവേദനയുടെ ഒരു പ്രധാന മരുന്നാണ് നൈട്രോഗ്ലിസറിൻ. ഇതൊരു വാസോ ഡയലേറ്റർ എന്ന് പറയും, നമ്മൾ ആർട്ടറികളെയൊക്കെ വൈഡൻ ചെയ്യുന്ന ഒരു മരുന്നുമാണ്, ഒരു മസിൽ റിലാക്സൻറ്റുമാണ്. അപ്പോൾ അങ്ങനെ ഇത് പെയിൻ കുറയ്ക്കാനാണ് നൈട്രോഗ്ലിസറിൻ കൊടുക്കുക. അതേപോലെ അടുത്തതാണ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, BP അല്ലെ, ഹൈപ്പർ ടെൻഷൻ മീൻസ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലേ. അപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ, ആൻറ്റി മീൻസ് എഗെയിൻസ്റ്റ് അല്ലേ. സോ പലപ്പോഴും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഹാർട്ടിൽ വരുമ്പോൾ, ഇപ്പോൾ ഈ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഇസ്കീമിയ, ഇൻഫാക്ഷൻ പോലത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ പേഷ്യൻസിന് BP ഹൈ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഹാർട്ടിന് ഒന്നും കൂടി വർക്ക് ലോഡാണ്, അത്രയും പ്രഷറിൽ അതിന് പമ്പ് ചെയ്യേണ്ടി വരുന്നു. ഓൾറെഡി ഇറ്റ് ഈസ് ഹാവിങ് എ ക്രൈസിസ്, ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ എ ക്രൈസിസ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹാർട്ടിന് ആ ഒരു വർക്ക് ലോഡ് കുറച്ച് അതിനൊന്ന് എന്താ പറയുക, കുറച്ച് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് ആൻറ്റി ഹൈപ്പർടെൻസീവ് മരുന്നുകൾ എന്ന് പറയും. BP കുറച്ച് എന്താ ഹാർട്ടിന് അത്ര അധികം സ്ട്രെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. സോ ദാറ്റ് ഈസ് അബൌട്ട് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി മരുന്നുകളായിട്ട്, മെഡിക്കൽ മാനേജ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നതൊക്കെയാണ്. ആൻഡ് ദെൻ കംസ് ദ ടു മെത്തേഡ്, ദ D&D എന്ന് പറയുന്നത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, ഇത് രണ്ടുമാണ് എന്താ പറയുക, നമ്മളൊരു സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, മറ്റേതൊക്കെ നമ്മൾ മെഡിക്കലി ആണല്ലോ, നമ്മൾ നൈട്രോഗ്ലിസറിൻ കൊടുക്കുന്നു, ത്രോംബോലൈസിസിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കൊടുക്കുന്നു, ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നു, ഇതൊക്കെ മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. അതല്ലാതെ നമ്മൾ സർജിക്കലി ഇതിനെ എന്താണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുക. അപ്പോൾ അതാണ് ഈ രണ്ട് പ്രൊസീജിയേഴ്സ്. ദറ്റ് PCI അത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ആൻജിയോഗ്രാഫി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡയഗ്നോസ്റ്റിക് സ്റ്റഡി. അപ്പോൾ ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയും. ആൻജിയോഗ്രാഫിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഡൈ ഇഞ്ചെക്ട് ചെയ്തു, ആൻജിയോഗ്രാം എടുത്തു, പടം എടുത്തു, അതിന് കൊറോണറി ആർട്ടറികൾ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. ആൻഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി. നമ്മൾ ഈ ബ്ലോക്കുള്ള ആർട്ടറികളെ, ആ ബ്ലോക്കൊക്കെ മാറ്റി അതിനെ റീഓപ്പൺ ചെയ്യുന്നതിനാണ്. പ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ റിപ്പയർ എന്നർത്ഥം, റിപ്പയർ. ഓക്കെ, ആൻജിയോ എന്ന് വെച്ചാൽ എന്താണ്, ബ്ലഡ് വെസൽ. സോ ആൻജിയോഗ്രാഫി ചെയ്യുന്നു ആദ്യം ആസ് എ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി, PCI ആയിട്ട് ചെയ്യുന്നു. ആൻഡ് ദെൻ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതേപോലെ ഇനി ചില കേസിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റില്ല, അതുപോലത്തെ ഒരു ബ്ലോക്കുകളുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്, അതുപോലെ ബ്ലോക്കുകളുടെയൊക്കെ എണ്ണം വെച്ചിട്ട് ചില കേസിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ കേസിലാണ് ഈ ലാസ്റ്റത്തെ പ്രൊസീജിയർ, സർജിക്കൽ പ്രൊസീജിയർ വന്ന് CABG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഈ പിക്ചറൊക്കെ ഒന്ന് വരച്ചിട്ട് നിങ്ങളെ പഠിപ്പിക്കാം, ഈ ലാസ്റ്റ് രണ്ടെണ്ണം. സോ ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ദ 3 മെഡിക്കൽ മാനേജ്മെൻറ്റ്. ഇത് രണ്ടും ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ ഞാൻ ഈ ലോങ് ടേം മാനേജ്മെൻറ്റും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് പേഷ്യൻ്റെല്ലാം സ്റ്റേബിളാക്കി വിട്ടു. ഇനി ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനുള്ള മാനേജ്മെൻറ്റാണ് നമ്മൾ ലോങ് ടേം എന്ന് പറയുന്നത്.
ഓക്കെ, ഇപ്പോൾ പേഷ്യൻറ്റിനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കിയിട്ടാണ് അവരെ വീട്ടിലേക്ക് വിടുന്നത്. ബട്ട് അവരെ വീട്ടിൽ വിടുമ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ, ചില മരുന്നുകളൊക്കെ കൊടുത്ത് വേണം നമ്മൾ വിടാൻ. മരുന്നുകളാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ മരുന്നുകളുടെ ഒപ്പം തന്നെ അവരുടെ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും ഒക്കെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഡയറ്റിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, ഒരു ഫാറ്റി ആയിട്ടുള്ള ഫുഡുകൾ, ഒത്തിരി ലിപ്പിഡ്സ് ഓൾറെഡി ഹൈ ആയിരിക്കും മിക്കവാറും. സോ ലിപ്പിഡ്സ്, കൊളസ്ട്രോൾ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ ആവാത്ത രീതിയിലുള്ള ഡയറ്റ് കഴിക്കുക. ഓക്കെ, ഒരു ഫാറ്റ് റെസ്ട്രിക്റ്റഡ് ഡയറ്റ് എപ്പോഴും നല്ലതായിരിക്കും. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയുക, ഇരുന്നിടത്ത് നിന്ന് അനങ്ങാത്ത ആ ഒരു പ്രകൃതം, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതിരിക്കുക എന്നുള്ള അതൊക്കെ മാറ്റിയിട്ട് എക്സസൈസുകൾ ചെയ്യുക. മിനിമം ലൈക്ക് വാക്കിംഗ്, എന്താ പറയുക, സ്വിമ്മിങ്, അതുപോലുള്ള എക്സസൈസ് ചെയ്യുക. എന്താ പറയുമല്ലോ, കാർഡിയക് ആയിട്ടുള്ള അല്ലെ, ഒരു ഹാർട്ടിൻ്റെ ഒരു ഫങ്ഷനിങ്ങിനെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസസ് ചെയ്യുക. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ സ്മോക്കിംഗ് നിർത്തുക. സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്മോക്കിംഗ് എത്രയും വേഗം നിർത്തുക. കാരണം സ്മോക്കിങ്ങിന് ഭയങ്കരമായ ഒരു ഇഫക്റ്റ്, അതൊരു ഭയങ്കര ബാഡ്ലി കണ്ടീഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സ്മോക്കിംഗ് എന്നുള്ളത്. നമുക്കറിയാം, സിഗരറ്റ് സ്മോക്കിനകത്ത് നിക്കോട്ടിൻ ഉണ്ട്. ഈ നിക്കോട്ടിൻ കുറേ കാര്യങ്ങളാണ് ഇതിൽ പ്രശ്നമായിട്ട് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിക്കോട്ടിൻ ഒരു വാസോ കൺസ്ട്രിക്റ്ററാണ്, നമ്മുടെ ആർട്ടറികളെയൊക്കെ ചുരുക്കും അത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാന പ്രശ്നമാണ്, നമ്മൾ കണ്ടില്ലേ, പ്ലേക്സ് ഓൾറെഡി ഉള്ളവരായിരിക്കും. ആ പ്ലേക്കുകളിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് അവിടെ വന്ന് അഡ്ഹർ ചെയ്യാനും അങ്ങനെ ആ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേറ്റ് ചെയ്യാനും ഒക്കെ ഈ നിക്കോട്ടിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഒത്തിരി പ്രൊമോട്ട് ചെയ്യും. സോ ഈ ത്രോംബോസിസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത അത്തരം ആളുകളിൽ, ഈ സ്മോക്ക് ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ എത്രയും വേഗം നിർത്തണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ദെൻ വിൽ കം ടു അതർ. അപ്പോൾ ഇതൊക്കെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഹാബിറ്റ്സിലും നമ്മുടെ ഡയറ്റിലും ഒക്കെ വരുത്തേണ്ട ചേഞ്ചസ് ആണ്, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ. അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? മരുന്നുകളും കഴിക്കണം. പ്രധാനമായിട്ടും നമുക്കറിയാലോ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഈ ത്രോംബോസിസ് ആണ് അവിടെ ഒരു മെയിൻ, നമ്മളൊരു ലൈഫ് ത്രെട്ടനിങ്, നമ്മുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ് ഈ ത്രോംബസ് ഫോർമേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് എന്ത് ചെയ്യണം? അവർ ആ ക്ലോട്ട് ഉണ്ടാവാതിരിക്കാനുള്ള, ത്രോംബസ് ഉണ്ടാവാതിരിക്കാനുള്ള മരുന്നുകളും കൊടുക്കണം. അവരെയാണ് നമ്മൾ ആൻറ്റി കോയാഗുലൻസ് എന്ന് പറയാം. ഓക്കെ, ആൻറ്റി കോയാഗുലൻസ്, ആൻറ്റി പ്ലേറ്റ്ലെറ്റിൻ്റെ അഗ്രിഗേഷനൊക്കെ തടയുന്ന ആസ്പിരിനൊക്കെ പോലത്തെ മരുന്നുകൾ നമ്മൾ ഡെയിലി കഴിക്കേണ്ടി വരും, ലൈഫ് ലോങ് കഴിക്കേണ്ടി വരും. നമുക്ക് വൺസ് ഇൻ എ ലൈഫ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അവരെയാണ് നമ്മൾ ആൻറ്റി കോയാഗുലൻസ് അല്ലെ, ക്ലോട്ട് ചെയ്യാതെ ഇരിക്കാനുള്ള മരുന്നുകൾ. അവരാണ് ബ്ലഡ് തിന്നേഴ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആൻറ്റി കോയാഗുലൻസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ അതർ വൺ ഇസ്, നമുക്കറിയാമല്ലോ, ലിപ്പിഡ് ലെവൽസ് ഇപ്പോൾ ഇവർക്ക് എന്തായാലും ഹൈ ആയിരിക്കും. സോ ഈ ലിപ്പിഡ്സിനെ കുറയ്ക്കാൻ, പ്രത്യേകിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകളാണ് അടുത്തത് അല്ലേ. ഇതും നമ്മൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കണം എന്നില്ല, നമുക്ക് ഇടയ്ക്ക് അത് കൊളസ്ട്രോൾ നോക്കാം. നമ്മൾ അത്യാവശ്യം എക്സസൈസ് ചെയ്യുകയും ഡയറ്റ് റെസ്ട്രിക്ഷനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മരുന്നുകൾ നമുക്ക് ഇടയ്ക്ക് നിർത്താൻ സാധിച്ചേക്കും. സോ അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മരുന്നുകളാണ് ഈ കൊളസ്ട്രോൾ ലോവറിങ് ഏജൻസിന് സ്റ്റാറ്റിനുകൾ എന്നാണ് പറയുക, സ്റ്റാറ്റിൻസ്. ഓക്കെ, അറ്റോർവാസ്റ്റാറ്റിൻ, ലോവാസ്റ്റാറ്റിൻ, സ്റ്റാറ്റിൻ എന്നാണ് അവരുടെ ഒരു എൻഡിങ് വരെ, അതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത്. ഇവർ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. ഒന്ന്, കൊളസ്ട്രോളിൻ്റെ പ്രൊഡക്ഷൻ, ലിവറിലാണ് കൊളസ്ട്രോൾ ഉണ്ടാവുന്നത്, അത് കുറയ്ക്കുന്നു. മാത്രമല്ല, ഈ പ്ലേക്സ് അധികം പ്രശ്നമാവാതിരിക്കാനും, പ്ലേക്സിലൊക്കെ ഉള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ, ഈ മാക്രോഫേജുകൾ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മരുന്നുകളാണ് ഈ സ്റ്റാറ്റിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മരുന്നുകളാണ് പ്രധാനമായിട്ടും നമ്മളൊരു ഇതുപോലൊരു കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടായിട്ടുള്ള ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടുള്ളവർക്ക് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാൻ കൊടുക്കുക. ഓക്കെ, ആൻറ്റി കോയാഗുലൻസ് ആൻഡ് കൊളസ്ട്രോൾ ലോവറിങ് ഡ്രഗ്സ്, പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ്സും കൂടെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ലോങ് ടേം. ഞാനിപ്പോൾ ഇനീഷ്യൽ മാനേജ്മെൻറ്റ് പറഞ്ഞല്ലോ. ഇനീഷ്യൽ മാനേജ്മെൻറ്റ് മരുന്നുകളുടെ കാര്യം പറഞ്ഞു. ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള ത്രോംബോലിറ്റിക് ഡ്രഗ്സ്, പ്ലസ് നൈട്രോഗ്ലിസറിൻ ഫോർ എൻജൈന ആൻഡ് ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ്. പിന്നെ ഞാൻ ഈ ലാസ്റ്റത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. സോ അതാണ് ആൻജിയോപ്ലാസ്റ്റി ആൻഡ് ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, സോ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ
പെർക്യൂട്ടേനിയസ് കൊറോണറി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രൊസീജിയർ. അപ്പോൾ അതിലാണ് നമ്മൾ ചെയ്യുന്നത് ആൻജിയോഗ്രാഫിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡൈ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് നമ്മൾ കൊറോണറി ആർട്ടറികളുടെ ഒരു പിക്ചർ എടുക്കുന്നു. പിക്ചർ എടുത്തിട്ടാണ് ഡോക്ടർ ബ്ലോക്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്, അല്ലേ? ബ്ലോക്സ് ഉണ്ടെങ്കിൽ അടുത്ത പടിയാണ് ഇനി ആൻജിയോപ്ലാസ്റ്റി. സോ ആദ്യം നമ്മൾ സാധാരണ കാണാറുള്ളത്, ആൻജിയോഗ്രാഫിക്ക് കയറ്റുമ്പോൾ തന്നെ ഡോക്ടർ പറയും, ഞാൻ ഇത് ചെയ്യാൻ പോവാണ്, ബ്ലോക്സ് ഉണ്ടോ എന്ന് നോക്കാൻ പോവാണ്. ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആണെങ്കിൽ ഞാൻ സ്റ്റെൻസ് ഇടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, സ്റ്റെൻസ് ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ റിപ്പയർ ചെയ്യുക, ആർട്ടറിയെ റീഓപ്പൺ, അടഞ്ഞുപോയ ആർട്ടറിയെ റീഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള കൺസെൻ്റ് ഒക്കെ വാങ്ങിച്ചിട്ടായിരിക്കും പലപ്പോഴും ഡോക്ടർ ഈ ആൻജിയോഗ്രാഫി PCAക്ക് വേണ്ടിയിട്ട് പേഷ്യൻറ്റിനെ കയറ്റുന്നത്. സോ അങ്ങനെ ആൻജിയോഗ്രാഫി ചെയ്യുന്നു, ഡോക്ടർ ബ്ലോക്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നു. സോ ആ ബ്ലോക്സ് നമുക്ക് സ്റ്റെൻറ്റ് ആൻജിയോപ്ലാസ്റ്റി വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഈ PCA ആൻജിയോഗ്രാഫി ചെയ്യുന്നതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ആൻജിയോപ്ലാസ്റ്റിയും കൂടെ ചെയ്യും. സോ ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ച പോലെ, ഇപ്പോൾ ഒരു വലിയൊരു ബ്ലോക്ക് ഉള്ള ഒരു ആർട്ടറി ഉണ്ടോ, ഇപ്പോൾ ഒരു 30% താഴെ മാത്രമേ ഇതിന് ബ്ലഡിന് ഒഴുകാനുള്ള സ്പേസ് ഉള്ളൂ, കണ്ടോ, ഇത്രയും മാത്രം. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഇവിടെയും ഒരു കാത്തറ്ററൈസേഷൻ പ്രൊസീജിയർ, ഞാൻ പറഞ്ഞല്ലോ PCA തന്നെയാണ്, ആൻജിയോഗ്രാഫിയുടെ ഒരു കണ്ടിന്യൂവേഷനാണ്. ആൻജിയോഗ്രാഫിയിൽ നമ്മൾ എന്താ ചെയ്തത്, അയോട്ടയിലേക്ക് കത്തീറ്റർ കൊണ്ടുവച്ച്, അല്ലെ, റേഡിയൽ ആർട്ടറിയിൽ കൂടി അയോട്ട വരെ കത്തീറ്റർ കൊണ്ട് എത്തിച്ച് അവിടുന്ന് ഡൈ ഇഞ്ചെക്ട് ചെയ്ത് പിക്ചേഴ്സ് എടുക്കുന്നു, ആൻജിയോഗ്രാം എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് ഒരു ആർട്ടറിയിൽ ഇതുപോലെ ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു കത്തീറ്റർ, ഒരു ഗൈഡ് വയർ എന്ന് പറയും, കത്തീറ്ററിൻ്റെ അവിടുന്ന് തന്നെ നമുക്കതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഗൈഡ് വയർ ഉണ്ടാവും. ആ ഗൈഡ് വയറും ആണ്, സപ്പോസ് ദിസ് ഇസ് എ ഗൈഡ് വയർ. ഇതൊരു ഗൈഡ് വയർ ആണെങ്കിൽ നമ്മൾ ഈ അടഞ്ഞുപോയ കൊറോണറി ആർട്ടറിയുടെ അകത്തേക്ക് നമ്മൾ ഈ ഗൈഡ് വയറും, ആ ഗൈഡ് വയറിന് ചുറ്റും ഒരു ബലൂൺ ഉണ്ടാവും, ഒരു വീർപ്പിക്കാത്ത, ഇൻഫ്ലേറ്റ് ചെയ്യാത്തൊരു ബലൂണും, അതിൻ്റെ പുറത്തൊരു സ്റ്റെൻറ്റും ഉണ്ടാവും. സ്റ്റെൻറ്റും എക്സ്പാൻഡ് ചെയ്തിട്ടല്ല, അൺഎക്സ്പാൻഡഡ് ഫോമിലാണ് ഈ ബലൂണും സ്റ്റെൻറ്റും ഈ ഗൈഡ് വയറും കൂടെ നമ്മൾ ഈ ആർട്ടറിയുടെ അകത്തേക്ക് കയറ്റുക. സോ ഇവിടെ ഈ ബ്ലോക്ക് ഉള്ള ഭാഗത്ത് നമ്മൾ ഈ ഗൈഡ് വയറും ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് ആ ഗൈഡ് വയറിൻ്റെ സഹായത്തോടെ ഈ ബലൂണിനെ ഇൻഫ്ലേറ്റ് ചെയ്യും. സോ ബലൂൺ ഇൻഫ്ലേറ്റഡ് ആകുമ്പോൾ ചുറ്റും ബലൂണിൻ്റെ പുറത്തിരിക്കുന്ന സ്റ്റെൻറ്റും ഇൻഫ്ലേറ്റ് ആവും. സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സിലിണ്ടറാണ്. ഒരു സ്റ്റെൻറ്റ് മീൻസ് എ സിലിണ്ടർ, ഒരു സ്ലോട്ടഡ് ആയിട്ടുള്ള സിലിണ്ടർ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് സിലിണ്ടർ അല്ല, ഇങ്ങനെ തുളകളുള്ള, നമ്മളൊരു നെറ്റ് പോലത്തെ, ഒരു നെറ്റ് കൊണ്ട് നമ്മളൊരു സിലിണ്ടർ ഉണ്ടാക്കി എങ്ങനെ ഇരിക്കും അതുപോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ് ഈ സ്റ്റെൻറ്റ്. സോ ആദ്യം നമ്മൾ ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുന്നു, ബലൂൺ ഇൻഫ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം സ്റ്റെൻറ്റും, പുറത്തിരിക്കുന്ന സ്റ്റെൻറ്റും, ബലൂണിൻ്റെ പുറത്തുള്ള സ്റ്റെൻറ്റും വീർക്കുന്നു. സോ ഈ ബലൂണും സ്റ്റെൻറ്റും വീർക്കുമ്പോൾ അതെന്ത് ചെയ്യും, ഈ ഫാറ്റി ഡിപ്പോസിറ്റ്സിനെ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ പ്ലേക്ക്, അതിനെയൊക്കെ അമർത്തി ഭിത്തിയോട്, ആർട്ടറിയുടെ ഭിത്തിയോട് ചേർത്ത് അമർത്തി അകത്തുകൂടി ബ്ലഡിന് ഒഴുകാനുള്ള സ്ഥലം ഉണ്ടാക്കുന്നു. സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ സ്റ്റെൻറ്റിനെ അവിടെ വെച്ചിട്ട് പോരും ബലൂണും ഗൈഡ് വയറും കത്തീറ്ററുമെല്ലാം നമ്മൾ തിരിച്ചെടുക്കും. ഓക്കെ, ആ സ്റ്റെൻറ്റ് അവിടെ ഇങ്ങനെ ഇതിനെയൊക്കെ വകഞ്ഞു മാറ്റി അവിടെ ബ്ലഡിന് ഒഴുകാനുള്ള സ്ഥലം ഉണ്ടാക്കി അവിടെ ഇങ്ങനെ ഇരുന്നോളും. സോ സ്റ്റെൻറ്റിനുള്ളിൽ കൂടി ബ്ലഡിന് ഒഴുകിപ്പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുക. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റിയിൽ ഇതുപോലെ ചിലപ്പോൾ 1, 2, 3 ഒക്കെ സ്റ്റെൻറ്റുകൾ പല കൊറോണറി ആർട്ടറികളിൽ ബ്ലോക്ക് കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. സോ സ്റ്റെൻറ്റുകൾ എപ്പോഴും അവിടെ വെച്ച് പോരുകയാണ് പതിവ്. ഓക്കെ, സ്റ്റെൻറ്റ് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ മെഡിക്കേറ്റഡ് സ്റ്റെൻസ് ഉണ്ട്. സോ അവരിങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഡ്രഗ്സ് റിലീസ് ചെയ്ത് മെഡിസിൻസ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ ബ്ലോക്കുള്ള ഏരിയയിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇതിനൊരു പേരുമുണ്ട്, ഇറ്റ്സ് കോൾഡ് PTCA എന്ന് പറയും. ഓക്കെ, പെർക്യൂട്ടേനിയസ് ട്രാൻസ്ലൂമിനൽ കൊറോണറി ആൻജിയോപ്ലാസ്റ്റി എന്നാണ് പേര്. പിന്നെ അത് ചെയ്യുന്നത് പെർക്യൂട്ടേനിയസ്ലി ആണല്ലോ, നമ്മൾ പറഞ്ഞല്ലോ PCAയിലൊക്കെ സ്കിൻ തുളച്ച് ഒരു ആർട്ടറിയിൽ കൂടി കത്തീറ്റർ കയറ്റി, അതാണ് പെർക്യൂട്ടേനിയസ്. ആൻഡ് ദ കത്തീറ്റർ ഇസ് പാസ്ഡ് ത്രൂ ദ ലൂമൻ, ട്രാൻസ്ലൂമിനൽ എന്ന് പറയും. ഓക്കെ, പെർക്യൂട്ടേനിയസ്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് എഴുതിയിടാം, പെർക്യൂട്ടേനിയസ്, T ഫോർ ട്രാൻസ്ലൂമിനൽ. ഈ ലൂമൻ എന്ന് പറഞ്ഞാൽ ആർട്ടറിയുടെ ഈ ക്യാവിറ്റിയാണ്, കണ്ടോ, നമ്മൾ ആ ഒരു കത്തീറ്റർ കയറ്റിക്കൊണ്ട് പോകുന്നത് എങ്ങനെയാണ്, സ്കിൻ തുളച്ച് ഒരു ആർട്ടറിയുടെ ലൂമൻ, ദിസ് ഇസ് കോൾഡ് ലൂമൻ. ഓക്കെ, ഒരു ആർട്ടറിയുടെ ഒരു ട്യൂബുലാർ ഹോളോ സ്ട്രക്ചേഴ്സ്, പൈപ്പ് പോലത്തെ സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ ക്യാവിറ്റിക്കാണ് നമ്മൾ ലൂമൻ എന്ന് പറയും. ഓക്കെ,
transluminal and coronary angioplasty. Okay, so this is what we call PTCA. This is the one of the surgical procedures which can be done for the management of എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ PCA ആണ്. PCAയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ആൻജിയോഗ്രാഫിയും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നത്. സോ ദെൻ നമുക്ക് CABG എന്ന് പറഞ്ഞ പ്രൊസീജിയറും കൂടി നോക്കാം. CABG, ദറ്റ് ഇസ് coronary artery bypass grafting. Okay, graft or grafting ഇതാണ് നമ്മൾ CABG എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാബേജ് എന്നൊക്കെ പറയാറുണ്ട്, CABG. സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇപ്പോൾ ഈ CABG ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സ്റ്റെൻഡ് ഇടുക, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം എന്താ പറയുക ഒരു മൈനർ പ്രൊസീജിയറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളൊരു കത്തീറ്ററൈസേഷൻ ലാബിൽ കൊണ്ടുപോയി പേഷ്യൻറ്റിനെ കിടത്തുന്നു, അവിടെ നമ്മൾ കത്തീറ്റർ ആർട്ടറിയുടെ ഉള്ളിലേക്ക് കയറ്റുന്നു, അതിന് ആദ്യം കൊറോണറി ആർട്ടറികളുടെ പിക്ചേഴ്സ് ഇടുക, ആൻജിയോഗ്രാഫി ചെയ്യുന്നു, വേണമെന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്നു. സോ പേഷ്യൻറ്റിനെ കുറച്ച് നേരമൊക്കെ ഒബ്സർവേഷനിൽ കിടത്തിയിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പേഷ്യൻറ്റിനെ മാറ്റാം, റൂമിലേക്ക് മാറ്റാം. അത്രയേ ഉള്ളൂ ആ ഒരു പ്രൊസീജിയർ. 1-2 അല്ലെങ്കിൽ മാക്സിമം 3 ദിവസമൊക്കെ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് ഇരുന്നാൽ മതി. ഒരു വളരെ മിനിമലി ഇൻവേസീവ് ആണ് അല്ലേ. ഒരു ചെറുതായിട്ട് നമ്മളൊരു സ്കിൻ പൊട്ടിച്ച് ആ ഒരു ആർട്ടറിയിൽ കൂടി ഇത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് CABG ഇറ്റ്സ് എ വെരി മേജർ പ്രൊസീജിയർ. അതായത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്യാതെ ഇത് ചെയ്യുന്നത്? എന്തിന്? വളരെ മൈനറായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ നല്ലത്. പക്ഷേ അവിടെ ഒരു കാര്യം വരുന്നത്, ചില ബ്ലോക്സ് അല്ലേ, ഇപ്പം കൊറോണറി ആർട്ടറിയിലുള്ള ബ്ലോക്സിൻ്റെ ഒരു അനാറ്റമിയും ആ ബ്ലോക്കുകൾ ഏതൊക്കെ വെസലിലാണ് എന്നതൊക്കെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഈ CABG വേണമോ അതോ ഇനി ആൻജിയോപ്ലാസ്റ്റി തന്നെ മതിയാകുമോ എന്ന് ഡോക്ടർ തീരുമാനിക്കുക. ഓക്കെ, ഇപ്പോൾ ആൻജിയോഗ്രാഫി ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർക്ക് അതറിയാൻ പറ്റും. ഓക്കെ, ഇത് ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻഡ് ഇട്ടാൽ ശരിയാകുമെങ്കിൽ അത് ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റി നമ്മൾ പറഞ്ഞ PTCA ചെയ്യുന്നു. ഇല്ല എങ്കിലാണ് ഡോക്ടർ പറയും ഓക്കെ നമുക്ക് എന്തായാലും ബൈപ്പാസ് ചെയ്തേ മതിയാവും. ചിലപ്പം മൾട്ടിപ്പിൾ ആർട്ടറികളിൽ ബ്ലോക്സ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ആർട്ടറിയിൽ തന്നെ പലയിടങ്ങളിലുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര സ്റ്റെൻറ്റുകൾ ഇട്ടാലാണ് മതിയാവുക? മാത്രമല്ല അത് അത്രയും മേജർ ആർട്ടറികളിലൊക്കെ ബ്ലോക്സ് വരിക. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ അത് അഗൈൻ ദർ ആർ മെനി സിറ്റുവേഷൻസ്, എല്ലാമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അതുപോലുള്ള സിറ്റുവേഷൻസിൽ ഡോക്ടറുടെ ആ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഓക്കെ CABG മതി എന്ന്, ഇതിന് സ്റ്റെൻറ്റിനേക്കാളും ബെറ്റർ എപ്പോഴും CABG ചെയ്യുന്നതായിരിക്കുമെന്ന് തീരുമാനിക്കുക. സോ CABG ഒരു മേജർ പ്രൊസീജിയറാണ്. നമ്മളവിടെ പേഷ്യൻറ്റിനെ ആ ഒരു ദിവസത്തിലേക്ക് ഒരു സർജറി ഡേ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേർണോട്ടോമി, നമ്മൾ തൊറാക്കോട്ടോമിയിലെ സ്റ്റേർണോട്ടോമി എന്ന് പറയും. നമ്മുടെ ചെസ്റ്റിനെ ഓപ്പൺ ചെയ്യുകയാണ്, ഒരു മേജർ സർജറിയാണ്. ഓക്കെ, ദ ചെസ്റ്റ് വിൽ ബി ഓപ്പൺഡ്. നമ്മൾ ഹാർട്ടിനെ മീൻസ് എന്താ പറയുക എക്സ്പോസ് ചെയ്യുന്നു. ഹാർട്ടിൻ്റെ ഈ പറഞ്ഞ കൊറോണറി ആർട്ടറികൾ, ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിക്കുകയാണ്. സപ്പോസ് ഇതുപോലെ ഒരു ആർട്ടറി ഇങ്ങനെ ബ്ലോക്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ കുറച്ച് ഭാഗമേ ഇതിലുള്ളൂ. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ CABGയിൽ ചെയ്യുന്ന കാര്യം ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുക? ഒരു മെയിൻ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൈഡിൽ കൂടെയുള്ള ഷോർട്ട് കട്ട്സ് വഴി നമ്മൾ അപ്പുറത്തേക്ക് എത്തും. ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? ഒരു ഷോർട്ട് കട്ട് ചിലപ്പോൾ ഇത്തിരി നീണ്ടു പോകണം, കുറച്ച് ദൂരം പോകണമായിരിക്കും, എന്നാൽ പോലും ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് അപ്പുറത്തൂടെ അവിടെ അങ്ങ് എത്താം അല്ലേ? അതേ കാര്യം തന്നെയാണ് CABGയിലും, അതേ സെയിം ലോജിക്കാണ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, അതായത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഒരു ആർട്ടറി ഇത്രയും അടഞ്ഞിരിക്കുകയാണ്. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ ഇതുപോലെ ഒരു ചെറിയ ഒരു വെസലിൻ്റെ പീസ്, ഓക്കെ ഒരു വെസൽ പീസ് നമ്മളിവിടെ വെച്ച് പിടിപ്പിക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഈ വെസൽ പീസ് എന്ന് പറയുന്നത്. കണ്ടോ ഈ ഒരു ചെറിയ കഷ്ണം ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഇതിനെ നമ്മൾ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ബൈപ്പാസ് ഗ്രാഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചെറിയ വെസൽ പീസാണ്. ഇതൊരു കൊറോണറി ആർട്ടറി, അതിലേക്ക് നമ്മൾ എന്താ പറയുക കണക്ട് ചെയ്യുന്ന, സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു കുഞ്ഞു വെസൽ. ഈ വെസൽ പീസ് നമ്മൾ ഈ പേഷ്യൻ്റെ ബോഡിയിൽ നിന്ന് തന്നെയാണ് എടുക്കുക. പേഷ്യൻ്റെ ചിലപ്പോൾ ആർട്ടറികളായിരിക്കും, നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ഉള്ള ചെറിയ ചെറിയ ആർട്ടറികൾ, ചെസ്റ്റ് വോളിലുള്ള കുഞ്ഞു ആർട്ടറിയുടെ ഒരു കഷ്ണം, അല്ലെങ്കിൽ ആ വെയിനിൻ്റെ കാലുകളിലൊക്കെ ഉള്ള വെയിനിൻ്റെ കഷ്ണങ്ങൾ,
സൂപ്പർഫിഷ്യൽ വെയിൻസിൻ്റെ ഒക്കെ കഷ്ണങ്ങൾ മുറിച്ചെടുക്കണം. ഇതിന് നമ്മൾ പറയുക ഹാർവെസ്റ്റ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഈ ഒരു ഡോക്ടർ ഇത് നമ്മൾ ചെസ്റ്റൊക്കെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ അതേ സമയത്ത് മറ്റൊരു ഡോക്ടർ ഈ ഹാർവെസ്റ്റിംഗ് ചെയ്യുകയായിരിക്കും. അതായത് ഈ ആർട്ടറിയുടെയോ വെയിനിൻ്റെയോ പേഷ്യൻ്റ് തന്നെ ബോഡിയിൽ നിന്ന് ആർട്ടറികളുടെയോ വെയിനിൻ്റെയോ ഒരു കഷ്ണങ്ങൾ എത്ര ബൈപ്പാസുകൾ പിടിപ്പിക്കണമോ ഇപ്പോൾ അത്രയും, ഇപ്പോൾ മൂന്നിടത്ത് നമുക്ക് ബൈപ്പാസ് ഇതുപോലെ വെക്കാനുണ്ടെങ്കിൽ 3 കഷ്ണങ്ങൾ വേണമല്ലോ. സോ ദേ വിൽ ബി കളക്റ്റഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അപ്പോൾ അത് വേറൊരു ഡോക്ടറായിരിക്കും ചിലപ്പോൾ ചെയ്യുക, ഹാർവെസ്റ്റ് ചെയ്യുക, ഗ്രാഫ്റ്റുകളെ ഹാർവെസ്റ്റ് ചെയ്യും. സോ അപ്പോഴേക്കും മറ്റേ ഡോക്ടർ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടോ ഇത്രയും ഉള്ളൂ. ഈ ഓരോ കഷ്ണം ഇതുപോലെ ഒരു മെയിൻ ആർട്ടറി ഇതുപോലെ അടഞ്ഞിരിക്കുമ്പോൾ അതിന് ഒരു ബൈപ്പാസ് ആയിട്ട്, കണ്ടോ, ബ്ലഡിന് ഈസി ആയിട്ട് ഇതിലേ കൂടെ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ദ ബ്ലഡ് ക്യാൻ ഈസിലി പാസ് ത്രൂ ദിസ് ബൈപ്പാസ് ആൻഡ് ഇറ്റ് ക്യാൻ റീച്ച് ദിസ് പാർട്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഗ്രാഫ്റ്റിനെ, ഒരു ആർട്ടറിയുടെയോ വെസലിൻ്റെയോ പീസസ് ആയിട്ടുള്ള ഗ്രാഫ്റ്റുകളെ ഒരു ബ്ലോക്ക്ഡ് ആർട്ടറിക്ക്, കൊറോണറി ആർട്ടറിക്ക് ബൈപ്പാസ് ആയിട്ട് വെച്ച് പിടിപ്പിക്കുന്നതിനാണ് നമ്മൾ CABG എന്ന് പറയാം. ഇത് ആക്ച്വലി ഇത്രയും സിമ്പിൾ അല്ല. നമ്മൾ ഒരിക്കലും ഇതിന് 2 അറ്റങ്ങളുണ്ട്. ഇതൊരറ്റം അല്ലെ, നമ്മൾ അതിൻ്റെ എൻഡ് എന്ന് പറയും, ഒരു ഡിസ്റ്റൽ എൻഡ് എന്ന് പറയും ഇത് അല്ലെ, ഈ ഗ്രാഫ്റ്റിൻ്റെ ദിസ് ഇസ് എ പ്രോക്സിമൽ എൻഡ്. ഓക്കെ, ഈ തുടക്ക ഭാഗം. സോ യൂഷ്വലി ഈ തുടക്ക ഭാഗം നമ്മൾ കൊറോണറി ആർട്ടറിയിൽ വെക്കാറില്ല. പ്രധാനമായിട്ട് ചിലപ്പോൾ ഈ അറ്റം നമ്മൾ പിടിപ്പിക്കുന്ന ഇവിടെ തന്നെ പിടിപ്പിച്ച അഗെയിൻ ഇവിടെയും ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി നമ്മൾ ഇതിൻ്റെ അറ്റം ഡിസ്റ്റൽ എൻഡ് ഈ ആർട്ടറിയുടെ ഈ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് വെക്കും. ബട്ട് ദറ്റ് ബിഗിനിങ് പാർട്ട് അത് യൂഷ്വലി വേറൊരു ആർട്ടറിയിലായിരിക്കും വെക്കുക. കൊറോണറി ആർട്ടറി തന്നെ ആയിരിക്കില്ല, ഒന്നില്ലെങ്കിൽ അയോട്ടയിലോ അല്ലെങ്കിൽ അയോട്ടയുടെ തന്നെ വലിയ വലിയ ആർട്ടറികളിലേക്കായിരിക്കും ഈ അറ്റം പിടിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഏത് കൊറോണറി ആർട്ടറി അടഞ്ഞാലും ഇങ്ങോട്ടേക്ക് ബ്ലഡ് ഈ വെസലിൽ നിന്ന് എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോൾ 2 or 3 അല്ലെങ്കിൽ അത്രയും ബൈപ്പാസ് ഗ്രാഫ്റ്റുകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കേണ്ടി വരും. ഓക്കെ, 3 വെസൽ ഗ്രാഫ്റ്റ്സ്, 4 വെസൽ ഗ്രാഫ്റ്റ്സ്. അത് എത്ര ആർട്ടറികൾക്ക് ഇതുപോലെ ബ്ലോക്കേജ് ഉണ്ടോ അതനുസരിച്ചായിരിക്കും നമ്മളിത് CABG ചെയ്യുക. സോ ഇതാണ് CABG, ഒരു മേജർ പ്രൊസീജിയറാണ്. കാരണം നമുക്കവിടെ ചെസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇതെല്ലാം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഓക്കെ, ഇതാണ് നമ്മൾ CABG. സോ CABGയും ആൻജിയോപ്ലാസ്റ്റിയുമാണ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അതായത് ഇവിടെയൊക്കെ മറ്റുള്ളതൊക്കെ വെച്ച് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അന്നേരമുള്ള കണ്ടീഷൻസിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ നമ്മൾ ലിറ്റിക് മരുന്ന് കൊടുത്ത് ത്രോംബസൊക്കെ അലിയിച്ച് അത് ഓപ്പൺ ചെയ്തു, ആർട്ടറിയൊക്കെ ഓപ്പൺ ചെയ്തു, തൽക്കാലത്തേക്കെല്ലാം സേഫായി. പക്ഷേ ഇനിയും ഇതുപോലുള്ള പ്ലേക്ക് അവിടെ ഇരിക്കുമ്പോൾ ഇനിയും ഇത് ഉണ്ടായിക്കൂടായെന്നില്ലല്ലോ. സോ ഇതിനെ നമ്മൾ മെക്കാനിക്കലി തന്നെ മാനേജ് ചെയ്താലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റെൻഡ് ഇടുന്നു അല്ലെങ്കിൽ ഇതുപോലെ ബൈപ്പാസുകൾ വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഈ പറഞ്ഞ ബൈപ്പാസ് ഗ്രാഫ്റ്റുകൾക്ക് പിന്നെയും ബ്ലോക്ക് വരാം, ഇവിടെ പ്ലേക്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റെൻഡ് ഇട്ട ഭാഗം അടഞ്ഞു പോകാം, ഇതൊക്കെ വരാം. സോ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇങ്ങനെ ഒരു എപ്പിസോഡ് ഉണ്ടായതിനു ശേഷം നമ്മളിതെല്ലാം ചെയ്തു, പിന്നീടുള്ള ലൈഫ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നതനുസരിച്ചിരിക്കും. അപ്പോൾ ഇതാണ് കൊറോണറി ആർട്ടറി ഡിസീസിൻ്റെ അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ ഒരു മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് പറഞ്ഞു, പിന്നെ ഇനീഷ്യൽ മാനേജ്മെൻറ്റ് പറഞ്ഞു. ഇനീഷ്യൽ മാനേജ്മെൻറ്റിലും വരുന്നതാണിത്. ഓക്കെ, നമ്മൾ മരുന്നുകൾ കഴിക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഒന്നില്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി PTCA ചെയ്യുന്നു, അല്ലെങ്കിൽ CABG ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ പേഷ്യൻറ്റിനെ വിടുന്ന സമയത്ത് അവർക്ക് ലൈഫ് സ്റ്റൈൽ ഡയറ്റ് ചേഞ്ചസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ അവർക്ക് സ്ഥിരമായിട്ട് ആൻറ്റികോയാഗുലൻറ്റുകൾ കഴിക്കേണ്ടി വരും, ഇനിയൊരു ക്ലോട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അതേപോലെ കൊളസ്ട്രോൾ ലോവറിങ് ഏജൻസും കൊടുക്കേണ്ടി വരും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ മാനേജ്മെൻറ്റ് ഓഫ് കൊറോണറി ആർട്ടറി ഡിസീസ് ഓർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ. സോ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രയും വലിയൊരു ടോപ്പിക്ക് പറഞ്ഞു തരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നാലും പരമാവധി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ 2 വീഡിയോസും നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. സോ ഇനിയും വീഡിയോകൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.